ഹലോ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മരണത്തിനെ കുറിച്ചിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവരോട് ഞാൻ പറയാം. ഒരു പെൺകുട്ടി, വളരെ ചെറുപ്പമാണ്. ആ പെൺകുട്ടി മെഡിസിൻസിൻ്റെ ഒരു സംഭവം, ആ സൈഡ് എഫക്റ്റ് കാരണം ആ പെൺകുട്ടി മരണപ്പെട്ടു എന്നുള്ള ഒരു സംഭവം നമ്മൾ കേട്ടു. ഇത് ഞാനോട് പറയാൻ വലിയൊരു കാരണമുണ്ട്. അവിടെ പെൺകുട്ടിക്ക് പീരീഡ്സ് ആയതിൻ്റെ ഒരു ഡിലേ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് നമ്മൾ ചിലപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫങ്ഷൻസിന് നമുക്ക് കയറണമെങ്കിൽ ചില ഫങ്ഷൻ അമ്പലത്തിൻ്റെ ഉള്ളിലായിരിക്കും, ക്ഷേത്രങ്ങളുടെ ഉള്ളിലായിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ കറക്റ്റ് ആ സമയത്ത് നമ്മൾ പീരീഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഇതിനെ ഡിലേ ആക്കാൻ വേണ്ടി പലവരും മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റുകളെ കുറിച്ചിട്ട് 90% ആൾക്കാരും ആലോചിക്കുന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ ധൈര്യമായി ഫാർമസിയിൽ പോയിട്ട് മരുന്ന് മേടിക്കാം എന്നുള്ള രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ദയവ് ചെയ്ത് ഡോക്ടറെ നേരിട്ട് പോയി കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ എല്ലാ വിവരങ്ങളും പറഞ്ഞതിന് ശേഷം മാത്രമേ ഒരു മെഡിസിൻ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റ് പോയി കാര്യങ്ങൾ പറഞ്ഞ് അവിടുന്ന് ഫാർമസിയിൽ നിന്ന് മരുന്ന് മേടിക്കരുത്. തീർച്ചയായിട്ടും മേടിക്കാം, ഒരു പ്രോബ്ലം ഇല്ല. ചിലപ്പോൾ പ്രിസ്ക്രിപ്ഷൻ പോലും വേണ്ട. പക്ഷേ ചില കാര്യങ്ങൾ, ഇപ്പോൾ തലവേദനയ്ക്കൊക്കെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ചില അസുഖത്തിന് നമുക്ക് ഡോക്ടറിൻ്റെ ഒരു ഇതിന് വേണം. എന്നാൽ ഡോക്ടർമാരെല്ലാം ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. 2-3 അഭിപ്രായങ്ങൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ പീരീഡ്സ് ഡിലേ ആവാൻ വേണ്ടി മെഡിസിൻ കഴിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അവിടെ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം, അങ്ങനെ ഇഷ്യൂസ് കാരണം ആ പെൺകുട്ടിക്ക് മരണം സംഭവിച്ചു. ഇതിൻ്റെ ഇടയിൽ നടന്ന സംഭവം എന്ന് വെച്ചാൽ ആ പെൺകുട്ടിക്ക് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്നുള്ള കണ്ടീഷനിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്താണ്, അതിനെക്കുറിച്ചിട്ട് ഞാൻ വീഡിയോയിലിടാം. എന്നാലും ചുരുക്കി പറയുകയാണെങ്കിൽ ക്ലോട്ട് ഉണ്ടാവുന്നതാണ്. അതായത് വേരിക്കോസ് പോലെ ഉള്ളൊരു സംഭവമാണ്. അവിടെ വെയിനിൽ ബ്ലഡ് ക്ലോട്ട് ആവുകയാണ്. ക്ലോട്ട് ആകുമ്പോൾ എന്തുണ്ടാവും, ലങ്സിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് വരും. അങ്ങനെ വന്നിട്ട് നമുക്ക് ഇതെല്ലാം പെട്ടെന്ന് നടക്കുന്ന ഒരു ഇതാണ്. അങ്ങനെ സഡനായിട്ട് ഡെത്ത് സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ്. വളരെ ഈ ഡീപ്പ് വെയിൻ DVT എന്നാണ് എല്ലാവർക്കും അറിയപ്പെടുന്ന മെഡിക്കൽ ടെർമിനോളജിയിൽ. പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവമാണ്. അത് വളരെ ക്രോണിക്, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. നമ്മളതിനെ സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ ഒബ്വിയസ്ലി ICUലായിരിക്കും. അപ്പോൾ ഡോക്ടർമാർ അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്ത്, ബ്ലഡ് സർക്കുലേഷൻ ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മളിൽ പലവരും പീരീഡ്സ് ഡിലേ ആവാൻ വേണ്ടി മെഡിസിൻ കഴിക്കുന്നുണ്ട്. അത് സ്റ്റിറോയിഡ് ആണോ, സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ, നമ്മൾ ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഇതിനു മുമ്പും ഒരു പീരീഡ്സിൻ്റെ സംബന്ധമായിട്ട് ഇതിൽ ഞാൻ പറയുന്നുണ്ട്. പീരീഡ്സ് ഉണ്ടെങ്കിൽ, ഡിലേ ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് മെഡിസിൻ കഴിക്കരുത്. പീരീഡ്സ് ആവുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് രീതിയിൽ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ പോകട്ടെ. അങ്ങനെ വരുന്ന ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക. ആ ഫങ്ഷനെ പോകണ്ട. കാരണം ഫങ്ഷൻ അല്ല ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ ആരോഗ്യമാണ് ഇമ്പോർട്ടൻറ്റ്. സോ ദയവ് ചെയ്ത് ഏത് മെഡിസിൻ കഴിക്കുമ്പോഴും, ആയുർവേദം ആയിക്കോട്ടെ, നാച്ചുറോപ്പതി, ഹോമിയോപ്പതി, ഏത് ഇതെങ്കിലും ആയിക്കോട്ടെ, ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഇല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, മെഡിസിൻ സ്വന്തമായി തീരുമാനിച്ച് കഴിക്കരുത്. അതായത് നേരെ ഫാർമസിയിൽ പോയിട്ട് മേടിച്ച് കഴിക്കരുത്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യത്തിന്. കാരണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണ്, ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ. ഇപ്പോഴത്തെ കാലത്ത് പിന്നെ എല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. ഞാൻ പറയുന്ന ഉൾപ്പെടെ പോലും അപ്പടിയേ വിശ്വസിക്കരുത്. ഞാൻ ഒരുവിധം എൻ്റെ വീഡിയോയിൽ 90% സത്യം മാത്രമേ പറയാം. 99.9% ഒന്നും കള്ളത്തരങ്ങളോ നോണകളോ ഒന്നുമില്ല. അപ്പോൾ ദയവ് ചെയ്ത് നാച്ചുറൽ കണ്ടൻറ്റാണ് എൻ്റെ, അതിലൊന്നും ഫേക്കായിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല അതിൽ. സോ ദയവ് ചെയ്ത് മെഡിസിൻ മേടിക്കുമ്പോൾ ഓൾവേസ് ബി വെരി കെയർഫുൾ. വെറുതെ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം മതി നിങ്ങളുടെയോ മറ്റൊരാളുടെ ലൈഫ് നാശാവാനായിട്ട്. സോ പ്ലീസ് ബി കെയർഫുൾ.